ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനും മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് കടന്നു വന്നിരിക്കുന്നത് കർത്താവിന് വിലയേറിയ ദാസി ജിജിയാണ്, ഹിമാചൽ പ്രദേശിൽ നിന്നും. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ദേവദാസി. കർത്താവ് സന്തോഷമായിരിക്കുന്നല്ലോ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. മ്യൂട്ടേ വെച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ട് വിലയേറിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രിയ കർത്താവിൻ്റെ ദാസിയും അടിയനുമായ ദൈവപാദപീഠത്തിലായിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ദാസിയെ ദൈവം നടത്തിയ വഴികളും വിധങ്ങളും ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് കൊടുക്കണമേ. വായോടും നാവോടും അങ്ങ് കൂടെ ഇരിക്കുമാറാകണമേ. സിസ്റ്റം നെറ്റ്വർക്ക് എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവിക നിയന്ത്രണത്തിലായിരിക്കാൻ പരിശുദ്ധാത്മാവോടുന്ന് സഹായിക്കണമേ. കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹവും വിടുതലുമായി മാറുവാന്, കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാന് പരിശുദ്ധ കർത്താവ് സഹായിക്കണമേ. സമ്പൂർണ്ണമായ ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജീവിതാനുഭവം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം തരികയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇങ്ങനെ ജോയ്സ് ടി വിയിലൂടെ ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ആൻറ്റിയിലൂടെ, റേച്ചിൽ ആൻറ്റിയിലൂടെ ഒരു അവസരം തന്നു. റേച്ചിൽ ആൻറ്റിയെ കുടുംബത്തെ ഓർത്ത് നന്ദി കരയറ്റുന്നു. പിന്നെ ഞങ്ങളെ കഴിഞ്ഞ 17 വർഷക്കാലം ഹിമാചൽ പ്രദേശിലെ ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ പേര് ജിജി, എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ പേര് ബോബി. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്, 2 ആൺമക്കളാണുള്ളത്. മൂത്തവൻ്റെ പേര് ജോയല്, രണ്ടാമത്തവന് നോയല്. ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായി ഹിമാചൽ പ്രദേശത്ത് സുവിശേഷ വേലയിലായിരിക്കുന്നു. എന്നാൽ ഞാൻ ജനിച്ച നാട് പാണ്ടനാട് നോർത്ത് കുത്തിയതോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ചെറുപ്പകാലം ഞാൻ മർത്തോമ സമുദായത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ മർത്തോമ സമുദായത്തിൽ വളർന്നുവെങ്കിലും ചെറുപ്പം മുതലേ സൺഡേ സ്കൂളിൽ പോവുകയും ദൈവഭയത്തിലെ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു എൻ്റേത്. മാതാവ് കല്യാണത്തിന് മുമ്പ്, മാതാവിൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ഇവിടെ സിഹോർ ആശ്രമം, മധ്യപ്രദേശിലെ സിഹോർ ആശ്രമത്തിൽ അവിടെ കർത്താവിൻ്റെ വേലയിലും നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷെങ്കിൽ സഹോദരങ്ങൾ വിളിച്ച് വിവാഹം നടത്തി. എന്നാൽ ആ ഒരു ജീവിതാനുഭവത്തിൽ തന്നെ പ്രാർത്ഥനയുള്ളൊരു ജീവിതമായിരുന്നു മാതാവിൻ്റെത്. അത് കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ ദൈവത്തെ അറിഞ്ഞു വളരുവാൻ ദൈവം സഹായിച്ചു. അവിടെ അനേക ദൈവദാസന്മാർ ഭവനങ്ങളിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പെന്തക്കോസ് അനുഭവം അല്ലായിരുന്നു എങ്കിലും മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ പള്ളിയിലെ കാര്യങ്ങളിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. കർത്താവ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം +2 എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം എൻ്റെ വിവാഹം നടന്നു. പ്രീ ഡിഗ്രിയുടെ ശേഷം വിവാഹം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിലോട്ട് ആദ്യം വിവാഹം നടന്ന ആ ദിവസം ഞാൻ ആദ്യമായി കടന്നു ചെല്ലുന്നു. അന്ന് വൈകിട്ട് ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുന്ന ഒരു ദൃശ്യം, മദ്യപിക്കുന്ന ഒരു ഭർത്താവിനെയാണ് ഞാൻ അവിടെ കാണുവാനിടയായി തീർന്നത്. ഞാൻ ചെന്ന് മുറിയിലോട്ട് കയറുമ്പോൾ തന്നെ, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ മുറിയിലോട്ട് കയറുമ്പോൾ ഭർത്താവ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ അച്ഛാ മദ്യപിക്കുന്നതാണോ? ഇല്ല, ഇന്നത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണെന്നാണ് എന്നോട് അന്ന് പറഞ്ഞു.
എന്നാൽ പിറ്റേ ദിവസവും അത് തന്നെ ഞാൻ നോക്കുമ്പോഴേ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് എന്തുവാ ഒരു വല്ലാത്ത ഒരു അനുഭവത്തിലേക്കായി പോയി. ആരോടും പറയാൻ പറ്റത്തില്ല, ആരോട് ചെന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മദ്യപിക്കുന്ന ഒരു ഭർത്താവാണെന്ന് ഞാൻ സ്വയം ഉള്ളിൽ ഈ വിഷയം ഒതുക്കിക്കൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നാം ദിവസമായി, രണ്ടാം ദിവസമായി, അങ്ങനെ ഒരു മാസം ഇങ്ങനെ മുമ്പോട്ട് കടന്നുപോയി. നാളെ തിരുവല്ലായിലെ ഒരു ബിസിനസ്സാണ്, മൂത്ത സഹോദരൻ അവിടെ ഒരു കട ഇട്ടിട്ടുണ്ട് തിരുവല്ലായില്. അതോടൊപ്പം തന്നെ നീക്കുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവനും. അവർ ഒരുമിച്ച് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് വൈകിട്ട് 6 മണിയാകുമ്പോൾ വീട്ടിൽ കടന്നു വരുമായിരുന്നു. എന്നാൽ ഒരു മാസം കഴിഞ്ഞ ശേഷം ആ 6 മണി 9 മണിയായി. 9 മണി, പിന്നെ രാത്രി 2 മണി, 3 മണി. പിന്നാണ് അറിയുന്നത് യഥാർത്ഥമായി എൻ്റെ പ്രിയപ്പെട്ടവന്റെ സ്വഭാവം കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അല്ല, മറ്റുള്ള അടിപിടി കേസുകളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. എന്നാൽ ഞാൻ ചെറുപ്പം മുതലേ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ആരോടും പങ്കുവെക്കാൻ പോയില്ല. എൻ്റെ വിഷയങ്ങൾ ആരോടും ഷെയർ ചെയ്യാതെ ഞാൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാനിടയായി തീർന്നു. കർത്താവെ, ഞാൻ ആരോട് എൻ്റെ ഈ വേദന പറയും? നീ അല്ലാതെ എനിക്ക് ആരുമില്ല. ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞ ദൈവം നീ മാത്രമാണ്. എനിക്ക് സഹായം നീ മാത്രമേ ഉള്ളൂ. എന്നാൽ പലപ്പോഴും ഞാൻ എൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ മാതാവ് എൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ചോദിക്കാറുണ്ട്, നീ എന്തിനാണ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? കാരണം ചെറുപ്പം മുതലേ വളർത്തിയ മാതാവിനറിയാം, മക്കളുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം എന്തോ വിഷമം ഉള്ളിലുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല. എന്നാലെ വന്ന് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വിഷയങ്ങൾ ഷെയർ ചെയ്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവൻ രാത്രി 2-3 മണിയാകുമ്പോൾ വരുമ്പോഴേ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ കരഞ്ഞ് ആ കാലിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവെ ഇതിൻ്റെ മേൽ ഒരു വിടുതൽ നീ അയച്ചു തരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ആരോ പറഞ്ഞു, ഇതുപോലെ കുറ്റപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പാസ്റ്ററുണ്ട്, മർത്തോമ ഇതിൽ തന്നെ നിൽക്കുന്നതാണ്, അവിടെ ഒന്ന് പോയി നിങ്ങൾ പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി, അല്ല വിഷയം പറയില്ല, പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ അവിടെ പോയി. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരുമാണ് അവിടെ കടന്നു ചെന്നത്. അവിടെ ചെന്ന് ഇരിക്കുമ്പോഴേ മൂത്ത സഹോദരിയോട്, ജ്യേഷ്ഠന്റെ ഭാര്യയോട് ദൈവദാസൻ ഇപ്രകാരം ചോദിക്കുന്നു, നിങ്ങൾ വെളിയിലോട്ട് പോകാനായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു, നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തോളാം. അപ്പൊ ഞാനും തയ്യാറായിട്ടിരിക്കും. ഇനിയിപ്പോ എന്നോടുള്ള ദൈവത്തിന്റെ ആലോചന എന്തുവാണെന്നുള്ള. ഞാൻ ആ ദൈവദാസനെ എന്നോട് വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഒരു കാര്യം ചെയ്യണം, ഭർത്താവിന് വേണ്ടി 21 ആഴ്ച വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും വെള്ളം പോലും കുടിക്കാതെ ഭർത്താവിന് വേണ്ടി ഉപവസിക്കണം. എല്ലാ ആഴ്ചയിലും ഒരിക്കൽ ഭർത്താവിന് വേണ്ടി വേറിട്ടിരിക്കണം, അങ്ങനെ ഉപവസിക്കണം. അവിടുന്ന് ഞാൻ കടന്നു വന്ന അന്ന് മുതലേ ഉപവസിക്കാൻ തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് മദ്യപാനം കൂടുന്നു, പോലീസ് കേസ് വരുന്നു, അങ്ങനെ പലതരത്തിൽ ഓരോരോ കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങിയത്. അപ്പോൾ അതിനിടയ്ക്ക് വീട്ടിലെ എൻ്റെ മാതാവ് മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിശ്വാസത്തിലേക്ക്, എൻ്റെ വിവാഹത്തിന് ശേഷം വിശ്വാസത്തിലേക്ക് പോകാനിടയായി, പെന്തക്കോസ്ത് ചർച്ചിൽ പോകാനിടയായി. അപ്പോൾ അവിടെ നിന്ന് ആരാധന വീട്ടിൽ തുടങ്ങിയപ്പോൾ മമ്മി എന്നെ വിളിച്ചു പറയും, ഇന്ന് വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, നീ വരണമെന്ന് പറയും. അപ്പോൾ ഞങ്ങളുടെ വീട് 3 കിലോമീറ്റർ മാറിയുള്ളൂ, ഞാൻ ഭർത്താവിൻ്റെ വീടും എൻ്റെ വീടുമായിട്ടുള്ള 3 കിലോമീറ്റർ, നീ വരണമെന്ന്. ഞാൻ പോയി പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ച ശേഷം വീട്ടിൽ വരും. കാരണം എൻ്റെ പ്രിയപ്പെട്ടവന് ഇഷ്ടമല്ല, പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നത് കേൾക്കുന്നതേ ഇഷ്ടമല്ല. അപ്പം ഞാൻ തിരിച്ച് അച്ഛൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തും. പക്ഷെ എനിക്ക് കിട്ടിയ മാതാവ് എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിടുമായിരുന്നു. പ്രിയപ്പെട്ടവന്റെ മാതാവ് എന്നെ പറയും, നീ പോയിട്ട് വരാൻ പറയും. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം ഒരിക്കലേ ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് പോയപ്പം ദൈവദാസൻ എന്നോട് പറയാൻ വന്നു, നീ ഹന്നയെ പോലെ നിലവിളിക്കേണ്ടതായ അവസരങ്ങൾ നിന്റെ മുൻപിൽ കടന്നു വരുന്നു. എന്നാലേ അതും ആരോടും പറയാൻ പറ്റത്തില്ല, കാരണം മറ്റുള്ളവർ എന്നെ നിന്ദിക്കുമോ, എന്ത് ചെയ്യും, അത് അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം കുഞ്ഞുങ്ങളാകുന്നില്ല എന്നുള്ള അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അതെൻ്റെ മാതാവിനോട് ഷെയർ ചെയ്തു, കർത്താവെ കുഞ്ഞുങ്ങളാകുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്ദാപാത്രമാകരുത്. എന്നാലേ ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം എൻ്റെയും പ്രാർത്ഥന കേട്ട് എനിക്ക് ഒരു ആൺ പൈതലിനെ ദൈവം തരുവാനിടയായി തീർന്നു. എന്നാൽ ആ സമയത്ത് പോലും ഹോസ്പിറ്റലിലെ അവസരങ്ങളിലൊക്കെയും എൻ്റെ പ്രിയപ്പെട്ടവന് കൂട്ടുകാരും ഒത്ത് മദ്യപിക്കാനായിട്ട് പോകും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരണം, അങ്ങനെയുള്ള ഒരു ചിന്താഗതികളും ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ ഈ ഉപവാസം, അതിനോടൊപ്പം തന്നെ ഈ ഉപവാസം നടന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഞാൻ വീട്ടിൽ ചെന്നപ്പം അന്ന് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അവിടെ വന്ന ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഈ ഫോട്ടോയിൽ കാണുന്ന ആരാന്ന് ചോദിച്ചു.
മമ്മി പറഞ്ഞു ഇതെന്റെ മരുമകനാണെന്ന് പറഞ്ഞു, മോളും മരുമകനും. ഈ വ്യക്തിയെ ദൈവം സന്ദർശിക്കാനായിട്ട് പോകുന്നു, ഇടപെടാനായിട്ട് പോകുന്നു. മമ്മി പറഞ്ഞു ഈ വ്യക്തിയെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വരില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഈ വ്യക്തിയോട് എനിക്ക് വിശേഷം പറയേണ്ടതായിട്ടുണ്ട്, എനിക്ക് ദൈവാത്മാവ് എന്നെ ശക്തമായിട്ട് പ്രേരിപ്പിക്കുന്നെന്ന്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അച്ഛനെ വിളിച്ചു. അച്ഛാ, ഇതുപോലെ ഒരു ദൈവദാസൻ വിളിക്കുന്ന അച്ഛൻ ഒരിക്കലെങ്കിലും എൻ്റെ ഒരിഷ്ടത്തിനെങ്കിലും അച്ഛൻ ഒരു കാര്യം ചെയ്യുമെന്ന് വരാമോ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ ആ നിർബന്ധത്തിന് അച്ഛൻ അവിടെ ആ ദൈവദാസനെ കാണാനായിട്ട് വന്നു. കാണാൻ വരുന്നത് രാത്രി 2 മണി. അതുവരെ ആ ദൈവദാസനെ ആ വീട്ടിലെ ദൈവദാസനും കുടുംബവും അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 മണിയായപ്പോൾ വന്നു. ദൈവദാസൻ ഇതുപോലെ സംസാരിക്കാൻ ഇടയായി. ഇതുപോലെ ബോബിയെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു, അതുകൊണ്ട് മടങ്ങി വാ. ആ ദൈവദാസനോട് ഇത്ര കയർത്ത് സംസാരിക്കുകയും ദൈവദാസനോട് വേണ്ടാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ലാസ്റ്റ് ദൈവദാസൻ പറഞ്ഞു, ബോബി ഇനി ഞാൻ ബോബിയോട് ഒന്നും പറയാനായിട്ട് വരുന്നില്ല. ദൈവം എന്ന് ബോബിയെ സന്ദർശിക്കുന്നു അന്ന് ബോബി എന്നെ കാണാനായിട്ട് കടന്നു വരും. അതും ഒത്തിരി സമയമില്ല, 1 മാസത്തിനകം ബോബി എന്നെ കാണാനായിട്ട് കടന്നു വരും എന്ന് പറഞ്ഞു. അന്നേരം പ്രിയപ്പെട്ടവൻ പറഞ്ഞു അന്ന് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവര് വേർപിരിഞ്ഞ് തിരിച്ചു വീട്ടിൽ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2001 നവംബർ മാസം ഈ കേരളപ്പിറവിയുടെ സമയത്ത് പദയാത്രയാണ്, ഈ പരുമലപ്പള്ളി പെരുന്നാളിന് പോകുന്ന പദയാത്ര. അപ്പോൾ ഞങ്ങൾ കടയുടെ ഫ്രണ്ടിലായിട്ടാണ് ഈ പദയാത്ര ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പൊ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ, ഈ യാത്രക്കാർക്ക് വെള്ളം കൊടുക്കാനായി ആൾക്കാർ അവിടെ നിപ്പുണ്ട്, സ്ക്വാഷ് കൊടുക്കാൻ പദയാത്രക്കാരെ അവർ നേർച്ച നിവർത്തിക്കാനായിട്ട്. പക്ഷെങ്കിൽ അന്ന് തന്നെ കോളേജിലെ പിള്ളേർ ഈ കേരളപ്പിറവി ആയതുകൊണ്ട് അവര് നമ്മുടെ കടയിൽ വന്ന് ഈ ബുക്സും പേപ്പറുകളും എല്ലാം വാങ്ങിക്കുന്ന കടയിൽ വന്ന് സാധനം വാങ്ങിക്കാനായിട്ട് കടന്നു വന്നു. എന്നാൽ ഈ കൊടുക്കുന്നവരും ആ തിരുവല്ലയിലെ ഏറ്റവും വലിയ ഗുണ്ടകളായിരുന്നു ആ വെള്ളം അവിടെ കൊടുക്കുന്നത്. അവര് ഈ വരുന്ന പെമ്പിള്ളാറിന് മുന്നിൽ വെച്ച് അസഭ്യമായ വാക്കുകളെ അവര് ഉച്ചരിക്കാൻ പറ്റാത്ത വാക്കുകൾ പറയുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, എന്റെ കസ്റ്റമേഴ്സിന് മുന്നിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയരുതെന്ന് പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തോ ചെയ്യുമെടാ എന്ന് ചോദിച്ച് അച്ഛനെ വന്ന് അവര് അടിക്കുന്ന വെച്ചാൽ ആ കടയുടെ തൊട്ടപ്പുറത്ത് തന്നെ കടയാണ്. സോഡാ കുപ്പി ഇങ്ങനെ നിരത്തി വെച്ചിരുന്നു, ആ കുപ്പി എടുത്തു തന്നെ അച്ഛനെ അടിച്ചു. അപ്പോൾ ഈ പല്ലിന്റെ ഈ ഭാഗം മുഴുവനും ചോര വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കടയിലെ ഇത് പേപ്പർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പേപ്പർ ആ കത്തി എടുത്ത് ആ അടിച്ച വ്യക്തിയെ വെട്ടി. അപ്പോഴത്തേക്ക് പുള്ളിയുടെ ഞരമ്പ് പൊട്ടി. അങ്ങനെ വലിയ വിഷയങ്ങളായി ലാസ്റ്റില് അത് ഞങ്ങൾക്ക് ഒളിവിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ പ്രിയപ്പെട്ടവന് ഒളിവിലാകേണ്ടി വന്നു. ഞങ്ങൾ അങ്ങനെ ഒരു പെങ്ങളുടെ വീട്ടിൽ ഒളിവിൽ ഇങ്ങനെ മാറി നിൽക്കുക. കാരണം വിഷയങ്ങൾ വീണ്ടും അവരുടെ മുമ്പിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ വിഷയം വലിയൊരു ഇതിലേക്കായി തീരുമല്ലോ എന്ന് വിചാരിച്ച് മാറി ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരു ദിവസം ഇത്രയും വാശി, എൻ്റെ പ്രിയപ്പെട്ടവൻ ഇത്രയും വാശി, അവരെ എങ്ങനെയും കൊല്ലണം, അതല്ലാതെ വേറെ ഒരു ഇതുമില്ല. എന്നാലേ മോനുണ്ട് ഞാനുണ്ട് അങ്ങനെ ഒരു ചിന്തകളും ഇല്ലാതെ എങ്ങനെയും ആ വ്യക്തിയെ കൊല്ലണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ്. അപ്പോ ഞാൻ പറഞ്ഞ അച്ഛാ എന്നോട് പറഞ്ഞു എന്റെ സഹോദരങ്ങളുണ്ട്, നിന്നെ നോക്കിക്കോളും, ഞാൻ ജയിലിൽ പോകേണ്ടി വന്ന ജയിലിൽ പോകും. ഞാൻ പറഞ്ഞു ശരി, എന്നാല് ജയിലിൽ പോകേണ്ടി വന്നാൽ ജയിലിൽ പോക്കൂ, പക്ഷെങ്കിൽ ഒരു കാര്യം എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോന്ന്. അങ്ങനെ എന്നോട് ചോദിച്ചു നിന്റെ ആഗ്രഹം എന്താ? ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല അച്ഛൻ ഇപ്പൊ എവിടോട്ട് പോകുന്നു, എൻ്റെ കൂടെ ഒരിടത്തോട്ട് വരണം. അങ്ങനെ ഒളിവിലായതുകൊണ്ട് വേറൊരു വഴിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീടിന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞു. അവിടെ നിർത്തി. നിന്റെ ഇവിടെ ആരാ? അച്ഛൻ അറിയത്തില്ല എന്റെ ആരാണെന്ന്. അവിടെ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്ന് അച്ഛൻ നോവിച്ചു വിട്ട ആ ദൈവദാസൻ ഇറങ്ങി വരുവാണ്. എനിക്ക് ആ ദൈവദാസന്റെ ഭവനം അറിയാനോ. ആ ദൈവദാസൻ ഇറങ്ങി വന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് പെട്ടെന്ന് അച്ഛനിലേക്ക് ദൈവത്തിന്റെ ആ സാന്നിധ്യം, ദൈവസ്നേഹം ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്നു ആ സമയം. കാരണം ഞാൻ ഇത്രയും നോവിച്ച ഈ മനുഷ്യനെ ഞാൻ ഈ വിരൂപിയായിട്ടിരിക്കുമ്പോൾ, അടികൊണ്ട് മുഖമെല്ലാം പാടായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇത്രയും എന്നെ സ്നേഹിക്കാൻ തക്കവണ്ണം ഈ മനുഷ്യന് പറ്റുമെങ്കിൽ ഈ മനുഷ്യൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്നുള്ള ഒരു ദൈവീയ സ്നേഹം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് ആ ദൈവദാസനെ കടന്നുപോയി വീട്ടിലെ വിളിച്ച് അകത്ത് കയറ്റി ചെന്നിട്ട് എന്നോട് പറഞ്ഞു ജിജി ഇവിടെ ഇരിക്കെ, എനിക്ക് ബോബിയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 2001 ഡിസംബർ 5-ാം തീയതി ഞങ്ങൾ സ്നാനപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങൾ സ്നാനപ്പെട്ട് ഇങ്ങനെ ഞാൻ അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഞാൻ അച്ഛനോട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കാനായിട്ട് പോയി. സഹോദരങ്ങളെല്ലാം പറഞ്ഞു ഇനിയും അവനെ കടയെ വിടണ്ട, അവൻ വീട്ടിൽ നിൽക്കട്ടെ എന്നുള്ള ഒരു ഇതിലായിരുന്നു. അങ്ങനെ കൂടുതൽ സമയം ദൈവദാസനോട് അങ്ങനെ ഡിസംബർ 18
ഇടയ്ക്ക് ഒരു ഇച്ചിരി നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞത് കേട്ടില്ല. പാസ്റ്റർ വീട്ടിൽ വന്നതോടെ ഒന്ന് പറയാമോ? പാസ്റ്റർ വീട്ടിൽ വന്നിട്ട് ഒന്ന് പറയണേ. അങ്ങനെ പാസ്റ്റർ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ഇറങ്ങി പാസ്റ്റർ വെളിയിൽ ഇറങ്ങി വന്നു അച്ഛനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ആ ആലിംഗനത്തിൽ ദൈവത്തിന്റെ ആ സ്നേഹം അവിടെ ഇറങ്ങി വരുന്നു, അച്ഛന്റെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരാൻ ഇടയായി തീർന്നു. ദൈവദാസൻ അകത്ത് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് ദൈവദാസൻ എന്നോട് പറഞ്ഞു, ജിജി ഇവിടെ ഇരിക്കുക, എനിക്ക് ബോബിയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അകത്ത് പോയി. അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരണം എന്നോട് പോലും പറയാത്ത കാര്യങ്ങൾ ദൈവദാസൻ പറയുന്നത് കേട്ടപ്പോൾ ഈ എന്റെ ഭാര്യയോട് പറയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ ദൈവദാസനെ സേവിക്കുന്ന ദൈവം ഇത്ര വലിയതെന്നുള്ള ആ ദൈവസ്നേഹം ഉള്ളിലേക്ക് വന്നിട്ട്, അപ്പോൾ ആ ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആ ചർച്ചില് ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ ചിന്താഗതികളെ കൊല്ലണം, എന്നെ ഉപദ്രവിച്ചവരെ നശിപ്പിക്കണം എന്നുള്ള ആ ചിന്താഗതികളെല്ലാം ദൈവം പൂർണ്ണമായിട്ട് ആ മൈൻഡിൽ നിന്ന് എടുത്തു കളയുവാനായിട്ട് ഇടയായി തീർന്നു. ആ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരെ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ ഡിസംബർ 5-ാം തീയതി സ്നാനപ്പെട്ടു, മുമ്പോട്ട് പോകുന്നു. അന്നേരം തിരുവല്ലായി കടയിലായിരുന്നു അച്ഛൻ പോയിക്കൊണ്ടിരുന്നത്. അന്നേരം സഹോദരങ്ങൾ പറഞ്ഞു, ഇനിയും കടയിൽ പോകണ്ട, കാരണം വിഷയങ്ങൾ വീണ്ടും നമ്മൾ സ്നാനപ്പെട്ടെങ്കിലും വിശ്വാസി വന്നെങ്കിലും മറ്റുള്ളവരെ എങ്ങനെ ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് വരണ്ട എന്നുള്ള പറഞ്ഞു അച്ഛൻ. അപ്പോൾ ആ സമയത്തെല്ലാം ദൈവദാസനോടൊപ്പം തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇടയായി തീർന്നു. ഞാൻ ഇതുപോലെ തിരുവല്ലായിലെ പഠിപ്പിക്കാനായിട്ട് കടന്നു പോയപ്പോൾ രാവിലെ 18-ാം തീയതി രാവിലെ ഒരു ഫോൺ വന്നു, ജിജി എനിക്ക് തീരെ സുഖമില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങോട്ട് പോരെ, ഞാനിവിടെ തിരുവല്ല മെഡിക്കൽ മിഷനിലെ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നു. അപ്പോൾ പെട്ടെന്ന് ഇവർ കടന്നു വന്നു. അവിടെ കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, എവിടെയോ ബ്ലഡ് ക്ലോട്ട് ആകുന്നുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മെഡിസിനൊക്കെ തന്ന് ഇങ്ങ് വിട്ടു. വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എന്റെ മൂത്ത സഹോദരൻ കാണാനായിട്ട് വന്നപ്പോൾ മൂത്ത സഹോദരനും വിശ്വാസത്തിലാണ്. ഇതിനിടയ്ക്ക് പറയാനുള്ള ഞങ്ങൾ മാത്രമേ വിശ്വാസത്തിലുള്ളൂ സഹോദരങ്ങളായിട്ട് ഉള്ളത്, ബാക്കിയുള്ളവർ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പോ എന്റെ വീട്ടിലെ എന്റെ മൂത്ത സഹോദരനും കുടുംബവും വിശ്വാസത്തിലാണ്, എന്റെ മാതാവും വിശ്വാസത്തിലായിരുന്നു. മൂത്ത സഹോദരൻ അപ്പൊ കാണാനായിട്ട് വന്നിട്ട് പറഞ്ഞു, നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഫുൾ ബോഡി ചെക്കപ്പ് നടത്തണം, കാരണം മദ്യപിച്ച് നടന്ന വ്യക്തിയല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അച്ഛനെ പറഞ്ഞു, ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ കുളിക്കാനായിട്ട് കടന്നുപോയി. എൻ്റെ സഹോദരൻ അപ്പോഴെ മാതാപിതാക്കളോട് സംസാരിക്കാനായിട്ട് വെളിയിലിരിക്കുക. കടന്നു വന്നപ്പോൾ എന്നെ ജിജിയെ എന്നൊരു വിളി മാത്രം എനിക്ക് കേൾക്കാം. പെട്ടെന്ന് അച്ഛൻ കയറി വന്നു, കട്ടിലോട്ട് വന്ന് കിടക്കുന്നു. എൻ്റെ കൺമുമ്പിൽ തന്നെ അച്ഛൻ പൂർണ്ണമായിട്ട് തളർന്നു പോകുന്നു, മുഖം കൂടി പോകുന്നു, സംസാരശേഷി നഷ്ടപ്പെടുന്നു, ശരീരം പൂർണ്ണമായിട്ട് തളർന്നു പോകുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ സഹോദരന് പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കോരിയെടുക്കുന്നത് പോലെ എടുത്തിട്ട് അന്ന് ചെങ്ങന്നൂര് സെഞ്ചുറി ഹോസ്പിറ്റലിൽ പുതുതായിട്ട് തുടങ്ങിയ ഒരു സമയമായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ സെഞ്ചുറി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കടന്നു ചെന്നു. അവിടെ ചെന്ന് കയറുമ്പോൾ സന്ധ്യയായ ഒരു സമയമാണ്, 8 മണി 8:30 9 മണിയോളമായ സമയമാണ്. ഞങ്ങൾ പെട്ടെന്ന് അവിടെ കടന്നു ചെല്ലുന്നു. അച്ഛനെ സ്ട്രെച്ചറിലോട്ട് ഇട്ട് ഹോസ്പിറ്റലിനകത്തോട്ട് കയറുമ്പോഴേ അവർ പറയുന്നു, പെട്ടെന്ന് 5000 രൂപ കെട്ടിവെക്കണമെന്ന്. അന്നത്തെ സമയത്ത് ഈ ATM അങ്ങനത്തെ ഒരു ഇതുമില്ലായിരുന്നു. പെട്ടെന്ന് പോകുന്ന കാര്യത്തില് പൈസ ഒന്നും നമ്മൾ കയ്യിൽ കരുതാതെയാണ് അങ്ങോട്ട് കടന്നു ചെന്നത്. എന്നാൽ അവര് എന്ത് ചെയ്താലും പൈസ അടയ്ക്കാതെ ഹോസ്പിറ്റലിനകത്തോട്ട് എൻട്രി ചെയ്യത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെങ്കിൽ ആ സമയത്ത് ഒരു ഡോക്ടർ അവിടെ ഇറങ്ങി വന്നു. ഒരു ദൈവദൂതനെ പോലെ ദൈവം അയച്ച ഒരു മനുഷ്യൻ കടന്നു പോലെ ദൈവം അവിടെ അയച്ചു. അവിടെ കടന്ന് ഇറങ്ങി വന്നപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കേട്ടു, അവർ പൈസ തന്നാലും ഇല്ലെങ്കിലും വേണ്ടില്ല, ഈ വ്യക്തിയെ എത്രയും വേഗം ഹോസ്പിറ്റലിനകത്ത് അഡ്മിറ്റ് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തു. ആ ഡോക്ടറുടെ റിസ്കിൽ തന്നെ അഡ്മിറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. പെട്ടെന്ന് ICUലേക്ക് കയറ്റി ഒരു 5000 രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തു. എന്നാല് പൂർണ്ണമായിട്ട് തളർന്നുപോയ വ്യക്തി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്.
പുറത്തു നിന്ന് കരയുന്നുണ്ട്. പുറത്തു നിന്ന് കരയുക, എന്ത് പറയാൻ പറ്റും, നമുക്ക് അകത്ത് എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അനേക ദൈവമക്കൾ. അങ്ങ് വിശ്വാസത്തിലോട് നമ്മൾ വന്നതേ ഉള്ളത് കാരണം എല്ലാ ദൈവമക്കളും കരയാൻ തുടങ്ങി. കാരണം ഈ യൗവനക്കാരന് ഈ അവസ്ഥ എന്തായി തീരും. എന്നാൽ അതിനിടയ്ക്ക് തന്നെ നമ്മളെ വിശ്വാസത്തിൽ വന്നത് കാരണം അനേകരും നമ്മളെ നിന്ദിക്കാനും തുടങ്ങി. അവർക്ക് അങ്ങനെ തന്നെ പോകണം, കാരണം സമുദായം വിട്ട് അവർ വിശ്വാസത്തിലേക്ക് കടന്നു പോയത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാനും ഇടയായി തീർന്നു. അങ്ങനെ നിന്നവാക്കൾ നമ്മൾ ഒരു സൈഡിലൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തണം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രിയപ്പെട്ടവനോട് സംസാരിച്ചു. ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പലപ്പോഴും ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നായിരുന്നു. നിന്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീഴുന്നത് ഞാൻ അറിയാതെ വീഴത്തില്ല എന്നുള്ള ആ വചനം ദൈവാത്മാവ് വ്യക്തമായിട്ട് സംസാരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വെളിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം പൂർണ്ണമായിട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയ വ്യക്തിയെ 2 ആഴ്ചക്കകം നടന്ന് പുറത്തിറങ്ങുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. എന്നാൽ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു ഈ വ്യക്തിക്ക് 5 വർഷത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ. ദൈവം ഞങ്ങൾ ഈ ലോകപരമായ വൈദ്യശാസ്ത്രം 5 വർഷത്തെ ഗ്യാരണ്ടിയെ കൊടുക്കത്തുള്ളൂ. കാരണം ഈ വ്യക്തി മരിച്ചു പോകുമെന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് അനേകരെ പ്രാർത്ഥിച്ചു. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു ഒരു റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വൈക്കത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വൈക്കത്ത് ഇൻഡോ അമേരിക്കനിൽ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വെല്ലൂക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെല്ലൂക്ക് കടന്നുപോയി. അവിടെ റേഡിയേഷന് വേണ്ടി കിടത്തിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തലയിലാണെങ്കിൽ ഒരു കോപ്പർ പോലെ സാധനം ഫിറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അനസ്തേഷ്യ കൊടുക്കത്തില്ല. എന്നാൽ ആ സമയത്ത് ദൈവാത്മാവ് ഇങ്ങനെ വേദന കഠിനമായിട്ട് ശക്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ഡ്രില്ലിംഗ് മെഷീനിൽ എങ്ങനെ കുത്തി കയറ്റുന്നു അതുപോലത്തെ രീതിയിലാണ് അച്ഛൻ്റെ തലയിലോട്ട് ഈ കോപ്പർ കയറ്റി വെക്കുന്നത്. കാരണം ആ ഒരു പോയിന്റിലേക്ക് വേണം റേഡിയേഷൻ ചെയ്യാനായിട്ട് വേണ്ടത്. എന്നാൽ ഭയങ്കര വാവിട്ട് കരയുമ്പോൾ ദൈവം വ്യക്തമായിട്ട് സ്ക്രീനിലായിട്ട് ഇങ്ങനെ പിക്ചർ കാണുന്ന പോലെ ക്രൂശീകരണം കാണിക്കാനിടയായി. വ്യക്തമായിട്ട് ക്രൂശീകരണം കാണും. നിനക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടാണ് ഞാൻ ഇത് മുഴുവനും, നിനക്ക് വേണ്ടി സഹിച്ചു. അപ്പോഴെ പ്രിയപ്പെട്ടവന് വ്യക്തമായിട്ട് ഇത് കണ്ടോണ്ട് നേഴ്സുമാരോട് പറഞ്ഞു എൻ്റെ കൈ എല്ലാം വിട്ടേരെന്ന് പറഞ്ഞു. കാരണം എനിക്കിത് സഹിക്കണം ഈ വേദന. അങ്ങനെ ആ വേദന സഹിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ദൈവമായിട്ട് ഒരു ഉടമ്പടി, കർത്താവേ നീ എന്നെ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുവീച്ചാല് നീ എന്നെ എവിടെ അയക്കുന്നു അവിടെ പോയി ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാന് തയ്യാറാണെന്ന് ദൈവമായിട്ട് ഒരു ഉടമ്പടി എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അച്ഛനെ റേഡിയേഷന് വേണ്ടി ഹോസ്പിറ്റലിനകത്ത് ഐസിയുനകത്ത് കിടത്തുന്ന സമയത്ത് പുറത്ത് ഞാൻ നിൽക്കുകയാണ്. പുറത്ത് നിൽക്കുമ്പോൾ അനേക കൊച്ചുകുഞ്ഞുങ്ങൾ നമ്മള് ഭയങ്കര വേദനയോടെ പ്രയാസത്തോടെ എനിക്ക് എന്തിനുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അനേക കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ക്യാൻസറിന്റെ റേഡിയേഷന് വേണ്ടി അനേകർ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ കുഞ്ഞുങ്ങളെ കാട്ടിക്കൊണ്ട് ദൈവാത്മാവ് എന്നോട് വ്യക്തമായിട്ട് ഇടപെടാൻ ഇടയായി തീർന്നു. ഇതുപോലെ നിന്റെ പ്രിയപ്പെട്ടവനേക്കാൾ നീ നോക്കി കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി, കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്. അവിടെ വെച്ച് ദൈവം എന്നെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്ന് ദൈവഹിത പ്രകാരം ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് വന്ന ശേഷം ഞങ്ങൾ അവിടെ നിന്ന് എന്നോട് കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാനാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ദൈവവേലയ്ക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, നീ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇത്രയും നാളും അച്ഛന് വേണ്ടി അങ്ങനെ സുവിശേഷ വേല എന്ന ഒരു കാര്യം നമ്മൾക്ക് ചിന്തിച്ചിട്ടില്ല. നമ്മൾ പ്രിയപ്പെട്ടവൻ വിടുവിക്കപ്പെടണം, മദ്യപാനിയാണ് വിടുവിക്കപ്പെടണം, ഇങ്ങനെ മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഹിതം എന്താണ്, ദൈവം എന്ത് പറയുന്നത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. കടന്നു വന്നു. ഞാൻ പറഞ്ഞ തയ്യാറ്. അപ്പോൾ ഇതിൻ്റെ 2ാമത്തെ മോനുമായി ഞങ്ങൾക്ക്. എന്നാലേ 2ാമത്തെ മോന് അവര് ഡോക്ടർമാർ പറഞ്ഞായിരുന്നു റേഡിയേഷൻ ചെയ്തത് കാരണം നിങ്ങൾ 2ാമത്തെ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യരുത്. 2ാമത്തെ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്താൽ കുഞ്ഞ് മന്ദബുദ്ധിയായി തീരും, അങ്ങനെ പല സൈഡ് എഫക്റ്റുകൾ കുഞ്ഞിനുണ്ടാകും എന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ 2ാമത്തെ കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നത് നല്ലൊരു കുഞ്ഞെ, അവന് എല്ലാ കാര്യത്തിനും നല്ല ബുദ്ധിയോടുകൂടെ ദൈവം ഞങ്ങൾക്ക് അവനെ തരുവാൻ ദൈവം ഇടയായി തീർന്നു. ഞങ്ങൾ അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഇതുപോലെ മൂത്ത മോനപ്പം 3ാം ക്ലാസ്സിൽ ആയി കഴിഞ്ഞു. അവിടെ അച്ഛൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം വന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് വരുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ഇവിടെ വന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു, അവിടുത്തെ ഭാഷ എന്താണെന്നോ അവിടെ ചെന്ന് എന്ത് ആയിത്തീരുമെന്നോ
ഒന്നും ചിന്തിക്കാനായിട്ട് ദൈവം അനുവദിച്ചില്ല. ഞാൻ അന്ന് ആ ഒരു ചിന്ത ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഹിമാചലിന്റെ പ്രദേശത്തിൽ സുവിശേഷ വേലയുമായിട്ട് വരികയില്ലായിരുന്നു. കാരണം പ്രത്യേകം ദൈവം അത് ആ ഒരു ഭാഗം മറച്ചു വെച്ചു. കാരണം ചിന്തിക്കാനായിട്ട് അവിടെ പോയാൽ എന്തായിത്തീരും, അല്ലെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, ഞാൻ എന്തായിത്തീരും എന്നൊന്നും ചിന്തിക്കുക, ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല, ഒന്നും ചിന്തിക്കാനായിട്ട് അനുവദിച്ചില്ല. എന്നാൽ ഒരു ഇതേ ഉള്ളായിരുന്നു, നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരെ കാണുമ്പോൾ ഒരു ഭയം, അതായത് അവരുടെ ആ തല്ലേക്കെട്ടും ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ്, അവരെന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരു ഉൾഭയം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടുന്ന് കയറി ഞങ്ങളോടൊപ്പം ഇവിടുന്ന് ഈ ചണ്ഡീഗഡിൽ നിന്ന് ദേവദാസന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വന്നു, ചണ്ഡീഗഡിൽ വന്നിട്ട് ഞങ്ങൾ ഹിമാചലിന്റെ പ്രദേശത്തേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഹിമാചലിലെ വന്നു കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല. ചണ്ഡീഗഡിൽ നിന്ന് ദേവദാസന്മാർ കടന്നു വന്ന് സ്കൂളിൽ കുഞ്ഞുങ്ങളെ ചേർക്കാനായിട്ട് കടന്നു വന്നു. കാരണം ഒരു പ്രതീക്ഷയുമില്ലാതാണ് നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ടവനൊരു ലോകപരമായി ജീവിച്ചു, അതായത് ഒരിക്കലും ഉപരിപഠനത്തിന് പോകാനോ ഒന്നും ചെയ്യാതെ ഒരിക്കലും ചിന്തിക്കാത്ത ഒരിടത്തു നിന്നാണ് ദൈവം വെട്ടിയെടുത്ത് ഒരു സുവിശേഷ വേലയിലേക്ക് കൊണ്ടുവന്നത്. നാട്ടിൽ സുവിശേഷ വേല ചെയ്യാൻ നമ്മൾക്കറിയത്തില്ല. നേരെ ഞങ്ങൾ ഹിമാചലിന്റെ പ്രദേശത്തേക്ക് കടന്നു വന്നു. ഇവിടെ വന്നു, ഭാഷ അറിയത്തില്ല, ആരോട് സംസാരിക്കാൻ അറിയുന്നില്ല. ഞങ്ങൾ 4 പേരുണ്ട്. കൊച്ചു കുഞ്ഞിനെ 2.5 വയസ്സ്, അവനെ ഇവിടെ കൊണ്ടുവന്നാണ് ചേർക്കുന്നത്. വലിയ മോനെ അന്നേരം 3ാം ക്ലാസ്സിലാണ്, അവനെ ഇവിടെ കൊണ്ടുവന്ന് 4ലോട്ട് ചേർക്കുവാണ്. കുഞ്ഞിന് ഹിന്ദി എന്ന് പറയുന്നത് അറിയത്തില്ല. 4ാം ക്ലാസ്സിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ നാട്ടിൽ മലയാളം 4ാം ക്ലാസ്സിൽ എപ്രകാരം എഴുതുന്നു അതുപോലെ ഇവിടെ എഴുതണം. കുഞ്ഞിനറിയത്തില്ല. കുഞ്ഞിനെ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർത്തു. വീട്ടിലിരുന്ന് വലിയവായി കരയെ, കർത്താവ് എൻ്റെ കുഞ്ഞ് സ്കൂളിലെ ടീച്ചേഴ്സ് മുഴുവൻ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, അവൻ എങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കും ഒന്നും അറിയത്തില്ല എന്ന് കരയും. വീട്ടിലിരുന്ന് വലിയവായി കരഞ്ഞോണ്ടിരിക്കുക. എന്നാൽ ഇതിനിടയ്ക്ക് തന്നെയാണേലും ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ബൈക്കുമായിട്ട് കടന്നു വന്ന്, എന്നാൽ വൈകുന്ന വേളയിലെ ട്രാക്റ്റുമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയത് കാരണം ഞങ്ങൾ ഈ കമ്പനി വിടുന്ന സമയമാകുമ്പോൾ ഭാഷ അറിയത്തില്ല. ഈ ട്രാക്റ്റുമായിട്ട് പോകും, കുഞ്ഞുങ്ങളെ ബൈക്ക് വെക്കും, ഞാൻ അച്ഛൻ ബൈക്ക് ഓടിച്ചിങ്ങനെ നിർത്തും ആൾക്കാരുടെ മുന്നിൽ. പെട്ടെന്ന് ഞാൻ ഇറങ്ങി ട്രാക്റ്റ് കൊടുക്കും. ഇത് യേശുക്ക വാണി എന്ന് മാത്രം ഒരു ശബ്ദം മാത്രം പറയും. അവർ ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ അറിയത്തില്ല, എന്താണെന്ന് പറയാൻ അറിയത്തില്ല, ഒന്നും അറിയാത്ത ഒരു അവസ്ഥയാണ്. പക്ഷെ ഈ ഒരു ശബ്ദം മാത്രം, ചണ്ടിലെ ദേവദാസന്മാർ പറഞ്ഞു ഇത് വാണിയാന്ന് മാത്രം പറഞ്ഞാൽ മതി, നമ്മൾ ഇത് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ചുറ്റി നടന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഭാഷ അറിയത്തില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അച്ഛൻ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ട്, ഇവിടെ ഒരു MH രജിസ്ട്രേഷന്റെ ഒരു വണ്ടി പോകുന്നു, പക്ഷെ കണ്ടിട്ട് ഒരു കേരളക്കാരനാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് വേറെ മലയാളികളൊന്നുമില്ല, ആരോട് സംസാരിക്കാനില്ല, മുറിക്കകത്തിരിക്കുന്നു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുന്നു, പെട്ടെന്ന് കൊണ്ടുവന്ന് വീട്ടിലിരിക്കുന്നു, സംസാരിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ. ഒരു ദിവസം ഞാൻ ഇതുപോലെ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് കടയിൽ നിൽക്കുക. നമുക്ക് പറയാൻ അറിയത്തില്ല, ഇത് പച്ചക്കറി വേണം, ഇന്നത് വേണം, ഇങ്ങനെ വിരൽ ചൂണ്ടി ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ കുറച്ച് ഏറെ മല്ലിയില വാരി നമ്മുടെ ഇട്ടു. നാട്ടിൽ വെച്ച മല്ലിയില ഇഷ്ടമില്ലാത്തത് കാരണം ഇവിടെ വാരി ഇട്ടത് കാരണം നമുക്കറിയത്തില്ല, ഫ്രീ ആയിട്ട് തരികയാണോന്നും അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഇത്രയും വേണ്ട എന്ന് മലയാളത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഈ MH രജിസ്ട്രേഷൻകാരനായ വണ്ടിക്കാരനെ തൊട്ടപ്പുറം നിൽക്കുന്നു. പുള്ളി പെട്ടെന്ന് ഉറക്കെ അങ്ങ് ചിരിച്ചു. കാരണം ഞാൻ മലയാളത്തിൽ പറയുന്നത് കേട്ട. പെട്ടെന്ന് പ്രിയപ്പെട്ടവൻ പറഞ്ഞു, എടി ഇത് മലയാളി തന്നെ, അതുകൊണ്ടാണ് ചിരിച്ചത്. പെട്ടെന്ന് ആ വ്യക്തിയോട് ചോദിച്ചു, സാറിന്റെ പേരെന്തുവാ? സാർ മലയാളി? ആ ഞാൻ മലയാളി. സാറിന്റെ പേരെന്താ? എൻ്റെ പേര് ഉണ്ണിന്ന. ഇത്രയും പറഞ്ഞതുമല്ല, ഒരു മലയാളിയെ കണ്ട ഒരു സ്നേഹമോ ഒന്നുമില്ലാതെ പുള്ളി പെട്ടെന്ന് കയറി പുള്ളിയുടെ വണ്ടിയെ കയറിയിരുന്നു. പെട്ടെന്ന് അച്ഛൻ ഓടിച്ചെന്ന് കൊട്ടി, സാറിന്റെ വീട് എവിടാ? പുള്ളിയുടെ വീടിന്റെ നമ്പർ മാത്രം പറഞ്ഞു. പെട്ടെന്ന് പോവുകയും ചെയ്തു. പിന്നെ വീട്ടിൽ വന്നിരുന്നു. ഒരു മലയാളിയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു. പിറ്റേ ദിവസം രാത്രി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഏതായാലും നമ്പർ തന്നില്ല, അവരുടെ വീട് വരെ പോകാമെന്ന്. രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പെതുക്കെ ആ വീട്ടിലോട്ട് കടന്നു ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് കേൾക്കാം ഏഷ്യാനെറ്റിലെ ന്യൂസ്, ഇങ്ങനെ പാട്ടെല്ലാം കേൾക്കാം. അച്ഛൻ പറഞ്ഞു ഈ വീട് തന്നെ. ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ പുള്ളിക്കാരി സിസ്റ്റർ ആണേലും മൈൻഡ് ചെയ്യുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, ഒരു വല്ലാത്തൊരു ഇതില് അങ്ങനെ നിൽക്കുന്നതിലെ കുറച്ച് ഒരു 5 മിനിറ്റ് ഇരുന്നു. എന്നാലേ ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയുടെ കൂടെ ഉണ്ടെന്ന് സംസാരിക്കും, ഒന്നും ചെയ്യാത്തൊരവസ്ഥ. പെട്ടെന്ന് പുറത്തിറങ്ങുക. ഞങ്ങൾ പറഞ്ഞു സിസ്റ്റർ ഞങ്ങൾ പോവാന്ന് പറഞ്ഞു പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞു 177 ഒരു മലയാളി താമസമുണ്ടെന്ന് പറഞ്ഞു.
ഞങ്ങള് പെട്ടെന്ന് കേട്ട ഇതിലും 170 വന്നപ്പോൾ തന്നെയാണേലും അവിടെ ആ ഒരു ചേച്ചിയായിരുന്നു, ഹൈന്ദവ സ്ത്രീയാണ്. പക്ഷെങ്കില് എന്തോ ഒരു വല്ലാത്തൊരു സ്നേഹം, പരിചയം, പണ്ട് കണ്ട മുതല് അവര് ഞങ്ങളെ പെട്ടെന്ന് തന്നെ വിളിച്ചു, നിങ്ങൾ ഇങ്ങ് വാ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, മലയാളികൾ ഇവിടെ ഉണ്ട്. ഞങ്ങളെ ഒരു പെട്ടെന്ന് ആശ്വസിപ്പിച്ച്, നമുക്ക് പെട്ടെന്ന് ഒരു ഇതായി, ഒരു മലയാളികൾ ഇവിടെ ഉണ്ടല്ലോ, ഭാഷയില്ലാത്ത ഒരു അവസ്ഥയിലാണ്. പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അങ്ങനെ ആ ചേച്ചിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അങ്ങനെ ആ പുള്ളിക്കാരി മൂലം അനേകർ അറിയാൻ തുടങ്ങി എന്തോ മലയാളികള്. ഇവിടെ ക്രിസ്ത്യാനികൾ കൂടുതലായിട്ട് മലയാളികളില്ല, ഇവിടെ ഹിന്ദുക്കളായിരുന്നു. അങ്ങനെ ഗ്യാസിന്റെ ആവശ്യം വന്നപ്പോൾ ഒരു ഹൈന്ദവനായിട്ടുള്ള ശശി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ പോയി സംസാരിച്ചു. എന്നാൽ പുള്ളി മെയ് മാസം 1-ാം തീയതി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് രാവിലെ പറഞ്ഞു, ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, നിങ്ങൾ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് സമയമില്ല, കുഞ്ഞുങ്ങളെ താമസിച്ചേ വരത്തുള്ളൂ. അപ്പൊ പറഞ്ഞു ഇല്ല. പുള്ളിക്കാരന്റെ വൈഫ് ഒരു കത്തോലിക്കത്തിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല, ഫാദർ വന്നല്ലേ ഞങ്ങൾ ആഹാരം കഴിക്കത്തുള്ളൂ, ഫാദർ വരണം എന്ന് പറഞ്ഞു. നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇല്ല, ഫാദർ ഞങ്ങളുടെ വീട്ടിൽ വരണം. ഞങ്ങളെ ഒരു 3-3:30 ആയപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മലയാളികളുടെ ഒരു കൂട്ടം അവിടെ ഉണ്ട്. ഹിന്ദുക്കളായ എല്ലാവരും മദ്യപിച്ചും അങ്ങനെ ഇങ്ങനെ ഞങ്ങളെ അവർ വിളിച്ചു. അവർ വന്ന് ഞങ്ങളിങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങോട്ടിരിക്കുമ്പോൾ ഈ MH രജിസ്ട്രേഷൻ വണ്ടിക്കാരനെ അവിടെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ പോയില്ലയോ, നിങ്ങൾ ചുമ്മാതിരുന്ന് കഴിക്കുന്ന പാർട്ടികളാണല്ലോ എന്ന് നമ്മളെ എല്ലാ ആൾക്കാരുടെയും മധ്യത്തില് ഞങ്ങളെ ചോദിച്ചു. കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കണ്ണി നോക്കി കണ്ണുനീരോടെ കഴിച്ചില്ല എന്നുള്ള ഇതിൽ തന്നെ അവിടുന്ന് ഇട്ടിട്ട് ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ ആ വീട്ടിൽ വിളിച്ച പുള്ളിക്കാരനെ വഴക്ക് പറഞ്ഞു, നീ എന്ത് വട ഈ കാണിക്കുന്നത്, ഞാൻ വിളിച്ച എൻ്റെ ഗസ്റ്റാന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല. ഞങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് ഇവിടെ നിന്ന് വീട്ടിൽ വന്ന് 3 ദിവസം ഇരുന്നു. വെള്ളിവായ ദൈവത്തോട് കരഞ്ഞു, കർത്താവേ, നീ ഞങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഹിമാചലിന്റെ പ്രദേശത്താക്കി, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ദിക്കപ്പെടാനായിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? 3-ാമത്തെ ദിവസം ആയപ്പോഴേ ഇവിടുന്ന് അങ്ങോട്ട് മാറി ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ലിറ്റു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഫോൺ വിളിച്ചു. പാസ്റ്റർ പറഞ്ഞു, ബോയ് പാസ്റ്റർ അവിടെ ഉണ്ടോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു ഉണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ പാസ്റ്റർക്ക് ചായ കൊടുക്കാനായിട്ട് പാല് വേണം, അച്ഛൻ പുറത്ത് പോയി വാങ്ങിച്ചോണ്ട് വരാമെന്ന് ചോദിച്ചു. അച്ഛൻ പുറത്തോട്ട് പോകുമ്പോൾ വീണ്ടും ഈ വണ്ടി MH രജിസ്ട്രേഷൻ്റെ വണ്ടി വീണ്ടും വരുന്ന കണ്ടപ്പോൾ അച്ഛനെ ഈ മറ്റേ പാസ്റ്ററോട് പറഞ്ഞു, എന്നെ നിന്ദിച്ചാണ്ട് പുള്ളി അതാണ്ട് വരുന്നു എന്ന് പറഞ്ഞു. പുള്ളി കൊണ്ടുവന്ന് വണ്ടി സൈഡിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, എന്താ പാസ്റ്റർ മൈൻഡൊന്നും ഇല്ലാതെ പോകുന്നത്, ഇതുവരെ സംസാരിച്ച ഒരു വ്യക്തിയല്ല പുള്ളി, ഓൾറെഡി ഒരു വേറൊരാളായിട്ട് ചോദിക്കുന്നു, പാസ്റ്റർ എന്താ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? പാസ്റ്റർ എൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരനായിട്ട് പയ്യൻ ജോലി ചെയ്യുന്നുണ്ട്, പുള്ളിയുടെ നമ്പർ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു പയ്യൻ്റെ നമ്പർ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛനെ വലിയതായിട്ട്, കാരണം നിന്ദിച്ചതല്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നമ്പർ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വിളിക്കണോ വേണ്ടയോ എന്നുള്ള ഇതില് പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന പയ്യനാണെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ ഫോൺ ചെയ്തു, ഇതുപോലെ ഈ നമ്പറിൽ വിളിച്ചു. അപ്പോൾ ജിൻസ് എന്ന് പറയുന്ന തൃശ്ശൂർക്കാരനായിട്ടൊരു പയ്യനാണ്. അവൻ ഞങ്ങൾക്ക് ഒരു വർഷം മുമ്പ് ഇവിടെ കമ്പനി ജോലിക്ക് വന്ന ഈ ഉണ്ണി എന്ന് പറഞ്ഞ MH രജിസ്ട്രേഷൻകാർ പുള്ളിയുടെ മാലിക്കാണ്, കമ്പനി ഓണറാണ്. അപ്പം പറഞ്ഞു, ആന്ന് പാസ്റ്റർ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ വെദ്ദിന്നാ. ജിൻസ് പറയാനിടയായി തീർന്നു, പാസ്റ്റർ ഞാൻ വന്ന നാൾ മുതൽ ഇവിടെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവിടെ ഒരു ആരാധന ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച ദിവസം രാവിലെ ഇവിടെ കടന്നു വരാനായി. അപ്പം ഞങ്ങൾ വന്നെങ്കിലും ആരും ഇല്ലെങ്കിലും ആരാധന ഞങ്ങള് പ്രിയപ്പെട്ടവർ ഞാനും കുഞ്ഞുങ്ങളും ഇരുന്ന് എങ്ങനെ ഞായറാഴ്ച ആരാധന നടത്താൻ തുടങ്ങിയായിരുന്നു. ഈ പയ്യൻ ഞങ്ങളുടെ അടുത്ത് കടന്നു വരാനിടയായി തീർന്നു. മോശയ്ക്ക് അഹരോനെ ഒരുക്കിയതുപോലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി, കാരണം ഭാഷ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി. എന്നാല് ആ സമയം മുതൽ ഞങ്ങൾ വന്ന് 2-3 ആഴ്ച തുടങ്ങുമ്പോഴുള്ള ഈ സംഭവങ്ങളെ ഈ നടന്നത്. പക്ഷെ അതിനിപ്പുറം തന്നെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആൾക്കാരെ ഒരുക്കി. പെട്ടെന്ന് ഒരു കുഞ്ഞ് ഇതുപോലെ വയ്യാതെ കിടക്കുന്നു, അച്ഛന് ഒരു ഫോൺ വന്നു, ഇതുപോലെ പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം. അവിടെ ചെന്നു നമ്മള് ഭൂതത്തെ കണ്ടിട്ടുമില്ല, ഒന്നും അറിയത്തില്ല, നമുക്കൊന്നും അറിയത്തില്ല. കാരണം നാട്ടിൽ അങ്ങനത്തെ ഒരു ശുശ്രൂഷയോ നാട്ടിൽ ശുശ്രൂഷയ്ക്ക് നിൽക്കുവോ, നമ്മള് ഒരു വേറൊരു ഇതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് വെട്ടിയെടുത്ത് ഇങ്ങോട്ടുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അവിടെ ചെന്ന് ഇതുപോലെ പ്രാർത്ഥിച്ചു, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു.
പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്തോ ഭൂതത്തിന്റെ മേലുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. എല്ലാ അധികാരങ്ങളും ദൈവം ഓരോരുത്തരെയും ഓരോ സ്ഥലത്താക്കുമ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളത് ദൈവം അവർക്ക് വേണ്ടി കൊടുത്ത് ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്താണ്. പക്ഷെ പൂർണ്ണമായി വിടുവിച്ചു. അവര് ഒരു കുടുംബം മുഴുവനായിട്ട് ചർച്ച വരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മുന്നോട്ട് പോവാ. അപ്പോൾ ഞങ്ങൾ കടന്നു വന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ചെറിയ ഒരു പായെ, ഒരു വീട്ടിൽപ്പെട്ട സാധനങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു ദിവസം ജിൻസിനെ അച്ഛനെ എന്തോ ആവശ്യത്തിന് വേണ്ടി വിളിച്ചു. ഇതുപോലെ വൈകിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പലയിടത്ത് ഇങ്ങനെ സ്ഥലത്ത് പോകണം. ആ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഉടനെ അപ്പുറത്ത് നിന്ന് ചോദിക്കുന്ന ഒരാള് എന്തുവാ അത് പാസ്റ്ററാണോ എന്ന് ചോദിക്കുന്നു. എന്നാ പിന്നെ ആ പാസ്റ്റർ, എനിക്ക് പാസ്റ്ററോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഈ MH രജിസ്ട്രേഷൻ വേണ്ടി ഈ ഓണറെ പെട്ടെന്ന് അച്ഛനോട് സംസാരിക്കുന്നു. പാസ്റ്റർ, എനിക്ക് പാസ്റ്ററെ വൈകിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വൈകിട്ടായി. അന്ന് ഇതുപോലെ ലിറ്റ് എന്ന് പറഞ്ഞ ദേവദാസനെ വീട്ടിലേക്ക് കടന്നു വരാനിടയെ തീർന്നു. ഇവർ രണ്ടുപേരും ആ വ്യക്തിയെ കാണാനായിട്ട് അവിടെ ചെല്ലും. അച്ഛൻ കടന്നു ചെല്ലുമ്പോഴേ അവര് മുഴുവനും വീട് മുഴുവനും വെക്കേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലെ സാധനങ്ങൾ മുഴുവനും പാക്ക് ചെയ്ത് വെച്ചു. പാക്ക് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ പാസ്റ്ററെ വിളിച്ചത് ഞാൻ ഇന്ന് നാട്ടിലോട്ട് പോവാണ്, ഈ സാധനം എല്ലാം പാസ്റ്റർക്ക് തരാൻ വേണ്ടിയാണ്. ഈ സാധനം വീട്ടിൽപ്പെട്ട എല്ലാ സാധനം, കാരണം ഒരു കമ്പനിയുടെ മാലിക്കാണ്, ഓണറാണ് പുള്ളിയെ. പക്ഷെ അതുകൊണ്ട് അവരുടെ വീട്ടിൽപ്പെട്ട എല്ലാ സാധനങ്ങളും ഇത് മുഴുവനും പാസ്റ്റർക്ക് തരാൻ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്കിപ്പോ ഇത് വാങ്ങാനുള്ള എന്റെ പൈസ ഒന്നും എന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. പൈസക്കല്ല പാസ്റ്റർ, ഇത് പാസ്റ്റർക്കെല്ലാം ഫ്രീ ആയിട്ട് തരുവാന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, എനിക്ക് ഫ്രീ ആയിട്ട് ഒട്ടുവേ വേണ്ട. എൻ്റെ ദൈവം ചുമ്മാതിരുന്ന് കഴിക്കാനല്ല എന്നെ വിളിച്ചേക്കുന്നത്. എൻ്റെ ദൈവം എന്നെ വിളിച്ചെങ്കിൽ വിളിച്ചും വിശ്വസ്തനാണ്, എന്നെ നടത്താനും വിശ്വസ്തനാണെന്ന് പറയാം. പാസ്റ്റർ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു എനിക്ക് ഇതിന് വിലയില്ലാതെ ഞാൻ എടുക്കത്തില്ല. അന്നപ്പോ അച്ഛൻ്റെ കയ്യിൽ ആകെ ഉള്ളത് 1500 രൂപ. റൂമിന് വാടക കൊടുക്കണം. ഒരു 1500 രൂപ മാത്രമേ ഉള്ളൂ. സാധനം നോക്കിയാല് 50,000-60,000 രൂപയിൽ കൂടുതലുള്ള സാധനമുണ്ട്. പക്ഷേ അച്ഛൻ അറിയാം ഒരു വില പറഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. അന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് പൈസ പാസ്റ്റർ വേണ്ട, പാസ്റ്റർ ഇത് എടുത്തോണ്ട് പോകും, ഫ്രീ ആയിട്ട് എടുത്തോണ്ട് പോകും, എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞു. സാറ് തന്നെ ഒരു വില ഇതിനു വേണ്ടി തീരുമാനിക്കാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, പാസ്റ്റർ ഒരു 2,500 രൂപ തന്നിട്ട് ഇത് എടുത്തോണ്ട് പോകും. അന്നേരം പറഞ്ഞു, എന്റെ കയ്യിൽ 2,500 രൂപ ഇല്ല, എന്റെ കയ്യിൽ 1,500 രൂപയുള്ളൂ. പെട്ടെന്ന് കൂടെ നിന്ന് ദൈവദാസൻ പറഞ്ഞു, അച്ഛൻ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്, എന്റെ കയ്യിലുണ്ട് 1000 എന്ന് പറഞ്ഞ്. അങ്ങനെ എവിടെ നിന്നിച്ചുവോ അവിടെ നിന്ന് ദൈവം അവരിൽ കൂടെ തന്നെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം പ്രവർത്തിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കടന്നുപോയി. ഞങ്ങൾ ഒരിക്കല് ഇതുപോലെ മലമുകളിൽ പ്രവർത്തനത്തിന് കടന്നു പോകുന്നു. ദൈവം ആത്മാക്കളെ തരാൻ തുടങ്ങി. അനേകര് കടന്നു വരുന്നു. അനേക ഭൂതങ്ങൾ വിട്ടുപോകുന്നു. അനേകരെ രോഗികളുണ്ട്, രോഗികൾ സൗഖ്യമാകുന്നു. അങ്ങനെ പല വിടുതലുകൾ ദൈവം നമ്മുടെ കൺമുമ്പിൽ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം മലമുകളിൽ പ്രവർത്തനത്തിന് കടന്നു പോയിട്ട് തിരിച്ച് വൈകിട്ട് വന്ന ശേഷം രാത്രി 9 മണി കഴിഞ്ഞ ശേഷം ഇതുപോലെ എനിക്ക് വയറിന് ഭയങ്കരമായിട്ട് വേദന തുടങ്ങി. വയറുവേദന ഭയങ്കരമായിട്ട് തുടങ്ങി. ഹാളിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കരഞ്ഞു ഉരുളുക. എനിക്ക് ഒരു തരത്തിൽ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ പറഞ്ഞ, അച്ഛൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഗുളിക കഴിച്ചിട്ടും പറ്റുന്നില്ല. എന്നാൽ അച്ഛൻ പറഞ്ഞിട്ട് നേരം വിളിക്കട്ടെ, നേരം വിളിക്കാതെ എവിടെ പോവും, എന്തു പോവും, നമുക്ക് ആരോടും പറയാനും അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, എന്ത് ചെയ്യും. ഹോസ്പിറ്റലിൽ ചെന്നാല് ചെറിയ കാര്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇവിടെ നിന്ന് അച്ഛൻ രാത്രി തന്നെ ഇവിടെ നിന്ന് 20 കിലോമീറ്റർ മാറിയുള്ള ഒരു ദേവദാസനെ വിളിച്ചു. ഒരു കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. ഇതുപോലെ അവർക്ക് തീരെ വയ്യ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു, അച്ഛൻ ഇങ്ങ് കൊണ്ടുപോവാ, നാളെ രാവിലെ പറ്റുമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്നെ ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റ് ബൈക്ക് കുഞ്ഞുങ്ങളെ വെച്ച്, കുഞ്ഞുങ്ങളെ ആരെയും ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കയറുമ്പോൾ ഒരു മലയാളി നേഴ്സ് ഉണ്ടായിരുന്നു. അത് കാരണം ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തി എവിടെ ചെന്ന്, കാരണം മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ദൈവം വലിയൊരു പ്രവൃത്തി എവിടെ ചെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇതുപോലെ എനിക്ക് വയറിന് വേദനയായിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് അവർ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയ സമയത്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണ്. പക്ഷെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എനിക്ക് ബ്ലീഡിങ് അങ്ങ് തുടങ്ങി. പെട്ടെന്ന് അവർ സ്കാനിങ്ങിന് വേണ്ടി കയറ്റി പറഞ്ഞു, ട്യൂബൽ പ്രഗ്നൻസി ആണ്, എന്ത് ചെയ്യണം, ഒന്നും ചെയ്യാത്തൊരവസ്ഥയില്. ഇവര് പറഞ്ഞു ഒന്നും ചെയ്യത്തില്ല, ഇത് ഡിയാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവര് ഡിയാൻസ് ചെയ്യാനായിട്ട് കയറ്റി.
ഡിയാൻസ് ചെയ്യാനായിട്ട് കയറ്റി. അനസ്തേഷ്യ തന്ന് അവർ ഡിയാൻസ് ചെയ്തു. എന്നാല് രാത്രി 10 മണിയായി 11 മണിയായിട്ട് എന്റെ കണ്ണ് തുറക്കുന്നില്ല. അവര് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കണ്ണ് തുറന്ന ആ സമയത്ത് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതുവരെ അവരെന്നെ ഇത് ചെയ്തില്ലേന്ന് ചോദിച്ചു. എടി, രാവിലെ തൊട്ട് നിനക്ക് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നോക്കിയിരിക്കുക നിന്റെ കണ്ണൊന്ന് തുറക്കാനായിട്ട്. നീ കണ്ണ് തുറന്നെങ്കിൽ വേണം ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഇവര് വിളിക്കുന്നത്. അങ്ങനെ കണ്ണു തുറന്നു. ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും മയങ്ങിയ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ അവർ പെട്ടെന്ന് സംസാരിച്ചല്ലോ എന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് എന്നെ വിട്ടു. എന്നാലും 3-4 ദിവസം ഞാൻ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്, ആരോട് സംസാരിക്കാത്ത ഒരു ബോധമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് അവിടെ എന്നെ പൂർണ്ണമായിട്ട് വിടുവിച്ചു. കാരണം അബോധാവസ്ഥയിലെ കോമാ രൂപത്തിലേക്ക് പോകേണ്ട എന്നെ ദൈവം അവിടെ പൂർണ്ണമായിട്ട് വിടുവിച്ചു. അവിടെ നിന്ന് പിന്നെ വീണ്ടും ഞാൻ നാട്ടിൽ പോയിട്ട് പ്രസവം നിർത്താവുന്നുള്ള ഇതിലെ 1 മാസം കഴിഞ്ഞ ശേഷം നാട്ടിൽ ചെന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് ഇതെല്ലാം തീരുമാനമെടുത്തു. ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കടന്നു. ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എന്നെ കയറ്റിക്കൊണ്ടുപോയി. അപ്പോൾ സഹോദരങ്ങൾ പുറത്തുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, എന്തുവാ ഇതിനകത്ത് ഒരു ഓവറി മുഴുവനും ചോക്ലേറ്റ് പരുവമായിട്ട് പൊട്ടി അളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു ഓവർ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നോട് ചോദിച്ചു ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രഗ്നൻസിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അവര് എന്നെ ഡിയാൻസിക്ക് വേണ്ടി കയറ്റുന്നു പറഞ്ഞു. ആ ഡിയാൻസ് ചെയ്തത് ക്ലീൻ ആയിട്ട് അവര് യഥാർത്ഥമായിട്ട് നല്ല രീതിയിൽ അത് ചെയ്തിട്ടില്ല. ഇത് മുഴുവനും ഓവറി മുഴുവനും ഇതായി, ഓവറി ഇപ്പോൾ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പുറത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഓവറി റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആളല്ലെന്നുണ്ടെങ്കിൽ ശരീരം മുഴുവൻ ഇങ്ങനെ ഈ അവയവം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പഴുത്ത് പോയിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ അവര് ഓവർ റിമൂവ് ചെയ്തു. കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു വീണ്ടും ഇവിടെ ഹിമാചലിന്റെ പ്രദേശത്ത് വന്നു. എന്നാൽ ദൈവശക്തമായിട്ട് ഞങ്ങളെ ദൈവം ഇവിടെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ കഴിവുമിടുക്കൊന്നുമല്ല, ദൈവത്തിന്റെ ദയൊന്ന് മാത്രമാണ്. വിളിച്ച ദൈവത്തിന്റെ ആ ദയൊന്ന് മാത്രമാണ്. ഒരപ്പൻ തന്റെ മകനെ കൈ വഹിക്കുന്നത് പോലെ ഞങ്ങളെ ഓരോ നിമിഷവും ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്കാണേലും ക്യാൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കടന്നു വരുവാനിടയായി. ദൈവം പൂർണ്ണമായി സൗഖ്യം കൊടുത്തു. ഇന്ന് ഞങ്ങളോടൊപ്പം കർത്താവിന്റെ വേലയിലായിട്ട് സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ശരീരത്തിനാണേലും പലവിധമായ പ്രതികൂലങ്ങളെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കരമായ ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഒരു 3 മാസം തുടർച്ചയായിട്ട് ബ്ലീഡിങ് ആയിട്ട് പോന്നു. ഹോസ്പിറ്റലിൽ പോന്നു. അവര് ഡിയാൻസ് ചെയ്ത് എന്നെ തിരിച്ചു വിടുന്നുണ്ട്. എന്നാല് വീണ്ടും കടന്നു ചെന്നപ്പോൾ അവര് പറഞ്ഞു എത്രയും വേഗം ഈ വ്യക്തിയുടെ യൂട്രസ് റിമൂവ് ചെയ്യണം. അന്നേരം അച്ഛൻ പറഞ്ഞു ഈ യൂട്രസ് റിമൂവ് ചെയ്യണമെങ്കിൽ അവർ റെഫർ ചെയ്തു, ലുധിയാനയ്ക്ക് വേണ്ടി റെഫർ ചെയ്തു. അച്ഛൻ പറഞ്ഞു എനിക്ക് ലുധിയാനയ്ക്ക് വേണ്ടി വേണ്ട, എനിക്ക് നാട്ടിൽ തന്നെ കൊണ്ടുപോകണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഒരു ഡിയാൻസ് ചെയ്തത് കാരണം ശരിയായിട്ട് അവർ ചെയ്യാൻ പറ്റാത്തത് കാരണം ഒരു ഓവറി റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഇനി എന്തെങ്കിലും വന്നെങ്കിൽ അത് നാട്ടിൽ തന്നെ ചെന്നുപോയി നമുക്ക് ശരിയായ മലയാളമായിട്ട് പറഞ്ഞ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിലോട്ട് എഴുതി തന്നു. എന്നാൽ അവിടെ കടന്നു ചെന്നപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന ചർച്ചിൽ ഒരു ഡോക്ടർ അങ്കിളും ഉണ്ട്, ആന്റിയും ഉണ്ട്. അവരുടെ സെഞ്ചുറി ഹോസ്പിറ്റലാണ്. വീണ്ടും ഞങ്ങൾ സെഞ്ചുറി ഹോസ്പിറ്റലാണ് കടന്നു പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ ആന്റി അങ്കിളും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടും പിന്നെ എല്ലാ തരത്തിലും ഞങ്ങളെ പ്രാർത്ഥനയിലും എല്ലാ തരത്തിലും ഹോസ്പിറ്റലിനകത്തും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോഴും ആന്റി ഞങ്ങളോടൊപ്പം അവിടെ അകത്ത് കയറി വരാനും ബ്ലഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഇവിടുന്ന് അവിടോട്ട് കൊണ്ടുവന്ന് ചെല്ലുമ്പോഴേ ബ്ലഡ് തരാനായിട്ട് ആരുമില്ലായിരുന്നു. പെട്ടെന്ന് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് എടുക്കുകയും അങ്ങനെ എല്ലാ തരത്തിലും ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് 1 മാസം വീണ്ടും റെസ്റ്റ് ചെയ്ത് വീണ്ടും ആ 1 മാസം റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അതും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വീണ്ടും ഹിമാചൽ പ്രദേശത്ത് കടന്നു വന്നു. ഇവിടെ ദൈവത്തിന്റെ വേലയിലായിരിക്കുമ്പോൾ പലതരത്തിലും മാനസികമായ രോഗികളായിട്ടുള്ള അനേകരെ കടന്നു വന്നു. എന്നാൽ പെൺപിള്ളേര് മാനസികമായിട്ട് രോഗികളായിട്ടിരിക്കുന്നവരെ ദൈവം അവരെ പൂർണ്ണമായി വിടുവിച്ചു. അങ്ങനെ അവരെ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട് വിടുവിച്ചു. അവരൊക്കെയും ഇന്ന് ഞങ്ങളോടൊപ്പം സുവിശേഷ വേലയ്ക്കായിട്ട് ഞങ്ങളോടൊപ്പം തന്നെ 9 പേര് 7 പേര് പൂർണ്ണമായിട്ട് സുവിശേഷ വേലയിൽ ചെയ്യുന്നു. 2 പേരിപ്പം
ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോയെങ്കിലും വെള്ളത്തിൽ കൂടെ നദി നിന്നെ മുക്കിക്കളയത്തില്ല, തീ നിന്നെ ദയിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും ഓരോ പരിശോധനയിൽ കൂടി നമ്മുടെ വിശ്വാസം, ഞങ്ങളുടെ ഓരോന്ന് കടന്നു വരുമ്പോഴും നമ്മളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് ഓരോ ദിവസവും നമ്മളെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. നിരാശയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ഒരിക്കലും അനുവദിച്ചില്ല. എന്തുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, എന്തുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ അവയവങ്ങള് മുറിച്ചു മാറ്റുന്നു? ഇന്ന് ചോദിക്കാനായിട്ട് ദൈവം അനുമതി നമുക്ക് തന്നില്ല. എന്നാൽ അതിനിടയ്ക്ക് സന്തോഷകരമായി ദൈവം മുമ്പോട്ട് തന്നെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത നടുവിന് വേദന കടന്നു വന്നു. പെട്ടെന്ന് ചർച്ചിൽ ഒരു ഡോക്ടർ കടന്നു വരുന്നുണ്ട്. ഡോക്ടറോട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് സ്കാൻ ചെയ്യാനായിട്ട് എഴുതി തന്നു. ഞങ്ങൾ സ്കാൻ ചെയ്യാനായിട്ട് കടന്നു ചെന്നപ്പോൾ ഈ യൂട്രസ് റിമൂവ് ചെയ്തപ്പോൾ എന്റെ മറ്റേ ഓവറിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അടുത്ത ഓവറിക്കകത്തെ വലിയൊരു മുഴ. പെട്ടെന്ന് തന്നെ അവര് ആ സ്കാൻ ചെയ്തവർ പറഞ്ഞു എത്രയും വേഗം ഇത് റിമൂവ് ചെയ്യണമെന്ന് പറയാനായിട്ട് തീർന്നു. പെട്ടെന്ന് ഇവിടുന്ന് വീണ്ടും നാട്ടിലേക്ക് പോയി. ഇവിടെ ചെയ്യാതെ തന്നെ നാട്ടിൽ ചെന്ന് അടുത്ത ഓവറി റിമൂവ് ചെയ്യേണ്ടതായിട്ട് ഇടയായി. എന്നാല് അതിന്റെ മധ്യത്തിലും ആ ഹോസ്പിറ്റലുകളിലൊക്കെയും ദൈവം എന്നോട് വ്യക്തമായിട്ട് ഇടപെടും. ദൈവം എന്നെ ബലപ്പെടുത്തി. കാരണം എന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങിയോ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ദൈവം ഒരു വചനം തന്നാണ് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവൻ വന്ന് പറഞ്ഞു നോർത്ത് ഇന്ത്യയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വശീകരിച്ചു കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി സംസാരിക്കുമെന്ന്. എന്നാൽ ദൈവം ഓരോരോ കാര്യങ്ങൾ എന്നോട് കൃത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഗൈഡ് ചെയ്യാനായിട്ട് ഞങ്ങളെ ആരുമില്ല. സുവിശേഷ വേല എങ്ങനെ ചെയ്യണം, എങ്ങനായി തീരണം ഒന്നും നമുക്കറിയാത്ത ഒരു ഇതില് ഓരോ ദിവസവും ദൈവം ഞങ്ങളെ ഓരോന്ന് പഠിപ്പിച്ച് ഇന്നുവരെയും ദൈവം അങ്ങനെ നമ്മളെ നടത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെ 3 ഓപ്പറേഷനുടെ വിധേയമായി തീർന്നു. എന്നാൽ ഇപ്പോഴും ശാരീരികമായി പലവിധമായ ക്ലേശങ്ങൾ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും അതിന്റെ മധ്യത്തിലും ദൈവം അത്ഭുതകരമായി നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവം ഞങ്ങളെ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന അവര് ഹിന്ദിക്കാരായ ആൾക്കാരാണ്. നമ്മുടെ ചർച്ചിൽ മലയാളികൾ ആരുമില്ല, ഹിന്ദിക്കാര്. തുടക്കത്തിൽ മലയാളികൾ ഉണ്ടായിരുന്നു, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. അവരൊക്കെയും തിരിച്ച് അവരവരുടേതായ ഇതിനായിട്ട് ജോലിക്കായിട്ട് കടന്നുപോയി. എന്നാൽ ഇപ്പോൾ ഹിന്ദിക്കാരായിട്ടുള്ളവർ മാത്രമാണ് ഉള്ളത്. അവര് തന്നെ ദൈവ വേലയ്ക്കായിട്ട് ഇറങ്ങി കുടുംബമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അവരുടെ നിലനിൽപ്പിനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അവരെ നിലനിർത്തണം. അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ പഠനങ്ങളെ, എല്ലാ കാര്യത്തിനും ദൈവം അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ പ്രിയപ്പെട്ടവനെ, ലോക മനുഷ്യർ 5 വർഷമാണ് പറഞ്ഞത്, എങ്കിലും കർത്താവ് ഈ 23 വർഷക്കാലം നടത്തുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവം ഇത്രത്തോളം നടത്തുന്നു. ഈ തണുപ്പുള്ള ഈ പ്രദേശത്തെ, ഈ ഹിമാചൽ എന്ന് പറഞ്ഞാല് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ അതിന് മധ്യത്തിലും ദൈവം നമ്മളെ നിർത്തുന്നു. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകാല ഇങ്ങനെ ഈ ഒരു അവസരം ഒരുക്കി തന്ന ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോയ്സ് ടിവിയോടുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിനെ അറിയാം എങ്ങനെ നമ്മളെ. ആന്റി കേൾക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ് സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിനെ അറിയാം എങ്ങനെ നമ്മളെ പണിഞ്ഞെടുക്കണം, എങ്ങനെ നമ്മളെ ഉപയോഗിക്കണം എന്നൊക്കെ. ആ കർത്താവ് നമ്മെ അവൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളാക്കാൻ വേണ്ടി നമ്മെ ഇങ്ങനെ ഓരോ ദിവസവും പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ വേല എങ്ങനെ ചെയ്യണമെന്നൊരു മുൻപരിചയമില്ലാത്ത ദേവദാസിനെയും കുടുംബമായി എങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യണം അന്യജാതിക്കാരുടെ ഇടയിൽ കർത്താവ് പരിശീലിപ്പിച്ചെടുക്കുന്ന നല്ലൊരു ട്രെയിനറാണ് നമ്മുടെ കർത്താവ്. ഓക്കെ, കർത്താവ് പിന്നെയും ആ ദേശത്ത് നിങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. അനേകരുടെ വിടുതലിനും ആശ്വാസത്തിനും കാരണമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല കർത്താവേ, അങ്ങയുടെ ദൈവം മാത്രമാണ് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പ്രത്യേക ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസരം കർത്താവേ, ഹല്ലേലൂയ, ജോയ്സ് ടിവിയിലൂടെ ദൈവം ഒരുക്കി തന്നു കർത്താവേ. ഈ ഹല്ലേലൂയ ജോയ്സ് ടിവിയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
സഹായിക്കുമാറാകണമേ. ഇതുമൂലം ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ദൈവദാസ്യ ദൈവമേ കുടുംബമായി അനുഗ്രഹിക്കണമേ. ഈ പ്രവർത്തനം മൂലം അനേകർ കർത്താവെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാന്, അനേകരുടെ വിടുതലിന് കാരണമായി തീരുവാന്, അനേക തളർന്നിരിക്കുന്നവരെ കർത്താവെ ഹല്ലേലൂയ ബലപ്പെടുത്തുവാന്, ഹല്ലേലൂയ ഈ ഒരു ഹല്ലേലൂയ പ്രവർത്തനം മൂലം കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടതായ എല്ലാ കർത്താവെ ഹല്ലേലൂയ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഒരു വട്ടം കൂടെ ആന്റി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ സകലതും ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ദേവദാസി താങ്ക് യു.